മക്കളെ, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വന്നൊരു മുട്ട വറവാണ്. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചറവറ പൊട്ടുന്നത് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 2 മുട്ട എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വലിയൊരു ഉള്ളി എടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഉള്ളി നന്നായി ഒന്ന് ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷേ എന്നാലും കുറച്ചൊരു നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വാടുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ഉപ്പ് മുട്ടയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിടുക. പിന്നെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പച്ചമുളക് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാനിത് ചെയ്തു കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. പച്ചമുളക് ഇടുന്നതാണ് നല്ലത്, പച്ചമുളകാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ അതിന് ശേഷം കുറച്ച്, കാരണം 2 മുട്ടയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വഴറ്റുക. വേണമെന്നുള്ള അവർക്ക് കുരുമുളക് പൊടിയും ഇടാം. ഞാനിപ്പോൾ ഇത് 3 ഇട്ടിട്ടുള്ളത്. കുരുമുളക് വേണ്ട, ഓൾറെഡി മുളക് പൊടി തന്നെ ഇതിലുണ്ട്. ഇത് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മുട്ട 2 മുട്ടയാണ് എടുത്തത്. അപ്പം മുട്ട ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മുട്ട നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കുന്ന സമയത്തിന് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങ ചിരവിയതും ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് തേങ്ങ. ചിരവിയതും ഇടുക. പിന്നെ കരിവേപ്പില, എൻ്റെ കയ്യിൽ ഇപ്പോൾ കരിവേപ്പിലയില്ല, ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ കരിവേപ്പില പറിക്കാൻ പോകാനൊന്നും സമയമില്ല. അപ്പം കരിവേപ്പില ഇടണം. നന്നായി ഇളക്കണം കേട്ടോ, അല്ലേ അടിക്ക് പിടിച്ചു പോകും. അപ്പം മുട്ട വറവ് ഇതിൽ നല്ല മഞ്ഞ കളറാണ് വേണമെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാതെ പച്ചമുളക് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കാണാനും ഇതിനേക്കാൾ ഭംഗിയുണ്ടാകും. കരിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം മുട്ട വറവ് റെഡി. ചോറിന് കഴിക്കാൻ എളുപ്പ പണിയാണ്, നല്ല ടേസ്റ്റുള്ള ഒരു വറവുമാണ്. കരിവേപ്പില മേലെ തൂക്കിക്കൊടുക്കുക. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി അത് കണ്ടിട്ട് വരേണ്ട ഈ വീഡിയോയുടെ താഴെ അടിക്ക് പിടിച്ചല്ലോ എന്ന്. അത് ആ മുട്ട ഞാൻ ഒരു കൈനെ കൊണ്ട് മാത്രം ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ ആയതാണ്. അപ്പോൾ സ്വാദേറും നമ്മുടെ മുട്ട വറവ് തയ്യാർ.